പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ് എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് 7 ഫുൾ ചാപ്റ്റർ വീഡിയോസ് അപ്ലോഡ് ചെയ്തതായിരുന്നു. പക്ഷേ ഈ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറ്റമായതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനോടെല്ലാം പറയണം. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെയുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോറി നമുക്കൊന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. ഫസ്റ്റ്, എ ലാക്ക് വെറൈറ്റീസ്. ഈശ്വരപ്പ ഈസ് എ ഫാർമർ ഇൻ ചിന്താമണി, എ ടൗൺ ഇൻ കർണാടക. കർണാടകയിലെ ചിന്താമണി എന്ന ടൗണിലെ ഒരു കർഷകനായിരുന്നു ഈശ്വരപ്പ. He visits the market regularly to buy seed for his rice field. തൻ്റെ റൈസ് ഫീൽഡിലേക്ക് വിത്ത് വാങ്ങാൻ അദ്ദേഹം പതിവായി മാർക്കറ്റ് വിസിറ്റ് ചെയ്യുമായിരുന്നു. ഡ്യൂറിങ് വൺ സച്ച് വിസിറ്റ് he overheard a conversation between രാമണ്ണ ആൻഡ് ലക്ഷ്മമ്മ. അപ്പോൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ രാമണ്ണയും ലക്ഷ്മമ്മയും തമ്മിലുള്ള സംഭാഷണം അദ്ദേഹം കേട്ടു. Ramanna said, earlier our country had about a lakh varieties of rice. Farmer used to preserve different varieties of seeds and use them to grow rice. അപ്പോൾ രാമണ്ണ പറഞ്ഞു, മുമ്പ് നമ്മുടെ നാട്ടിൽ 1,00,000 വെറൈറ്റീസ് നെല്ലുകൾ ഉണ്ടായിരുന്നു. കർഷകരെ വിവിധ ഇനം വിത്തുകൾ സംരക്ഷിച്ച് നെല്ല് വിളയിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ റൈസ് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. നൗ വി ഒൺലി ഹാവ് എ ഹാൻഡ്ഫുൾ ഓഫ് വെറൈറ്റീസ്. ഓൾസോ ഫാർമേഴ്സ് ഹാവ് ടു കം ടു ദ മാർക്കറ്റ് ടു ബൈ സീഡ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വിരലിലെണ്ണാവുന്ന വെറൈറ്റീസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. കർഷകരൊക്കെ ഇത് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യണം? മാർക്കറ്റിൽ വരണം. Lakshmama said, there is a seed bank near my house. So far, they have collected about 100 indigenous varieties of rice seeds from different places. You can also buy seeds from there. അപ്പോൾ ലക്ഷ്മമ്മ പറഞ്ഞു, എൻ്റെ വീടിനടുത്ത് ഒരു സീഡ് ബാങ്ക് ഉണ്ട്. അവിടെ ഇതുവരെ 100ഓളം ഇൻഡിജീനിയസ് വെറൈറ്റീസിൻ്റെ റൈസ് സീഡ് പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതായത് 100ഓളം നാടൻ നെൽവിത്തുകൾ അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ വന്നാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സീഡ് വാങ്ങാമെന്ന് പറഞ്ഞു. You may have heard the word lakh before. Do you know how big 1 lakh is? Let us find out. നിങ്ങൾ നേരത്തെ ഈ ലാക്ക് എന്നുള്ള വേർഡ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഈ ലാക്ക് എന്ന് പറയുന്ന ഈ വേർഡ് എത്രത്തോളം ബിഗ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഈശ്വരപ്പ ഷെയർഡ് ദിസ് ഇൻസിഡൻറ്റ് വിത്ത് ഹിസ് ഡോട്ടർ റോക്സി ആൻഡ് സൺ എസ്തു. അപ്പോൾ ഈ സംഭവം മകൾ റോക്സിയോടും മകൻ എസ്തുവിനോടും ഈശ്വരപ്പ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. എസ്തു വാസ് സർപ്രൈസ് ടു നോ ദാറ്റ് ദർ വെർ അബൌട്ട് 1 lakh വെറൈറ്റീസ് ഓഫ് റൈസ് ഇൻ ഹിസ് കൺട്രി. ഈ നാട്ടിൽ 1,00,000 റൈസിൻ്റെ വെറൈറ്റീസ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ എസ്തു എന്ത് ചെയ്തു? സർപ്രൈസായി. ഹീ വണ്ടേർഡ് 1 lakh. സോ ഫാർ ഐ ഹാവ് ഓൺലി tasted 3 varieties. If we tried a new variety each day, would we even come close to tasting all the varieties in a lifetime of 100 years? അപ്പോൾ അവന് ആശ്ചര്യപ്പെട്ടു. 1,00,000, ഞാനിതുവരെ 3 ഇനങ്ങൾ മാത്രമേ രുചിച്ചിട്ടുള്ളൂ. ഓരോ ദിവസവും ഒരു പുതിയ ഇനം പരീക്ഷിച്ചാൽ 100 വർഷത്തിനുള്ളിൽ എല്ലാ ഇനങ്ങളുടെയും രുചിയുടെ അടുത്തുപോലും എത്തുമോ? But how much is 1 lakh? Observe the pattern and fill in the boxes given below. എന്നാൽ 1,00,000 എത്രയാണ്? ഈ താഴെ തന്നിരിക്കുന്ന പാറ്റേൺ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. The largest 3-digit number is 999. അല്ലേ? ലാർജസ്റ്റ് 3-digit നമ്പർ 999 ആണ് എന്ന് നമുക്കറിയാം. അടുത്തത് വരുമ്പോൾ 4 ഡിജിറ്റ് ആകും അല്ലേ? അപ്പോൾ ലാർജസ്റ്റ് 3-digit നമ്പർ 999 ആണ്. ദ സ്മോളസ്റ്റ് 4-digit നമ്പർ ഈസ്, അത് നമ്മൾ എത്രയാണെന്ന് എഴുതണം. അപ്പം നമുക്കിവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. 999 കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്മോളസ്റ്റ് 4-digit നമ്പർ കിട്ടും. അതെത്രയാണ്? ദാറ്റ് ഈസ്
1000. The largest 4-digit number, സ്മോളസ്റ്റ് 4-digit നമ്പർ 1000 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് 4-digit നമ്പർ എന്തായിരിക്കും? 9999. 9999 ആണ് ലാർജസ്റ്റ് 4-digit നമ്പർ. അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്മോളസ്റ്റ് 5-digit നമ്പർ കിട്ടും. ഇതാണ് സ്മോളസ്റ്റ് 5-digit നമ്പർ, ദാറ്റ് ഈസ് 10,000. ഇനി ലാർജസ്റ്റ് 5-digit നമ്പർ എന്താണ്? 99999. 99,999 ആണ് ലാർജസ്റ്റ് 5-digit നമ്പർ. അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ സ്മോളസ്റ്റ് 6-digit നമ്പർ കിട്ടും, ദാറ്റ് ഈസ് 1 lakh. അപ്പോൾ ഇത് റീഡ് ചെയ്യുന്നത് 1 lakh എന്നാണ് കേട്ടോ. അതായത് ലാർജസ്റ്റ് 5-digit നമ്പറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോളസ്റ്റ് 6-digit നമ്പർ കിട്ടും. ഇനി നോക്കിയാൽ ഇനി നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. 99,995. അടുത്തത് 99,996. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 99,997. ഇവിടെ 99,998. ഇതെന്തായിരിക്കും? 99,999. ഇവിടെ എന്ത് വരും? ഇതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ 1 lakh. അടുത്ത് 1,01,000, 1,02,000, 1,03,000, 1,04,000. ഇങ്ങനെ നമുക്കിതിനെ ഫിൽ ചെയ്യാം. റോക്സി ആൻഡ് യെസു ഫൗണ്ട് ദാറ്റ് if they ate one variety of rice a day, they would come nowhere close to a 1 lakh in a lifetime. അപ്പോൾ ഒരു ദിവസം ഒരു വെറൈറ്റി ചോറ് കഴിച്ചാൽ ലൈഫ് ടൈമിൽ 1,00,000 അടുത്തെങ്ങും എത്തില്ലെന്ന് റോക്സിയും യെസുവും കണ്ടുപിടിച്ചു. റോക്സി സജസ്റ്റ്, what if we ate 2 varieties of rice every day? Would we then be able to eat 1 lakh variety of rice in 100 years? അപ്പോൾ റോക്സി ഒരു സജഷൻ പറഞ്ഞു, ഞങ്ങൾ ദിവസവും 2 വെറൈറ്റി റൈസ് കഴിച്ചാൽ 100 വർഷത്തിനുള്ളിൽ നമുക്ക് 1,00,000 വെറൈറ്റി റൈസ് കഴിക്കാൻ കഴിയുമോ? അപ്പോൾ അവർ അങ്ങനെ റോക്സി അങ്ങനെ ഒരു സജഷൻ വെച്ചു. അതായത് 2 വെറൈറ്റി റൈസ് എവരി ഡേ കഴിച്ചാൽ നമുക്ക് 100 ഇയേഴ്സിൽ 1 lakh വെറൈറ്റി കഴിക്കാൻ കഴിയുമോ എന്നൊരു സജഷൻ വെച്ചു. ഇതൊക്കെ വാട്ട് ഇഫ് എ പേഴ്സൺ എയ്റ്റ് 3 വെറൈറ്റീസ് ഓഫ് റൈസ് എവരി ഡേ, വിൽ ദേ ബി ഏബിൾ ടു ടേസ്റ്റ് ഓൾ ദി ലാക്ക് വെറൈറ്റീസ് ഇൻ എ 100-year ലൈഫ് ടൈം? ഫൈൻഡ് ഔട്ട്. അതായത് ഒരു ദിവസം 3 വെറൈറ്റീസ് ഓഫ് റൈസ് ഒരാൾ കഴിച്ചാൽ 100-year ലൈഫ് ടൈമിൽ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നെന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ 100-year ലൈഫ് ടൈമിലെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 100 ഇയർ എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 100 years. 1 ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ് അല്ലേ? 1 ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 100 ഇയറിലെ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 100 × 365 ഡേയ്സ് കണ്ടുപിടിച്ചാൽ മതി. എന്ത് വരും? 365ൻ്റെ കൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 സീറോയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 36,500 ഡേയ്സ് ആണ് 100 ഇയറിലുള്ളത്. അപ്പോൾ 100 ഇയറിൽ ഇത്രയും ഡേയ്സ് ഉണ്ട്. ഒരു ഡേയിൽ 3 വെറൈറ്റി വെച്ച് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ വെറൈറ്റി എത്ര ആയിരിക്കും? അതായത് 100 ഇയറിൽ 36,500 ഡേയ്സ് ഉണ്ട്. 1 ഡേയിൽ 3 വെറൈറ്റി എന്ത് ചെയ്യുന്നു? ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 36,500 ഡേയിൽ എത്ര വെറൈറ്റി ചെയ്യാം? 3 × 36,500 ചെയ്താൽ മതി. എന്ത് കിട്ടും? ഈ 365 × 3 ചെയ്താൽ 5 3s are 15, 6 3s are 18 + 1 19, 3 3s are 9 + 1 10. ഞാൻ ഈ 2 സീറോസ് മാറ്റിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പം 1095 എന്ന് കിട്ടി. ഇനി ഈ 2 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നു.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1,09,500 എന്ന് കിട്ടി. ഇത് 1 ലാഖിനെക്കാട്ടിൽ കൂടുതലാണല്ലേ. അപ്പോൾ അവർക്ക് 1,00,000 വെറൈറ്റീസ് 100 ഇയർ ലൈഫ് ടൈമിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം 3 വെറൈറ്റി വെച്ച് ടേസ്റ്റ് ചെയ്താൽ പറ്റും അല്ലേ? യെസ്, you would be able to taste all the lakh variety in a 100 year lifetime if you ate 3 varieties per day. അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി 2011 census, the population of the town of Chintamani was about 75,000. How much less than 1 lakh is 75,000? അപ്പോൾ 2011 സെൻസസ് പ്രകാരം ചിന്താമണിയുടെ ടൗണിലെ പോപ്പുലേഷൻ എത്രയായിരുന്നു? 75,000 ആയിരുന്നു. ഇത് 75,000 1 ലാഖിനെക്കാട്ടിൽ എത്ര കുറവാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഹൗ മച്ച് ലെസ് ദാൻ 1 lakh ഈസ് 75,000. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1 ലാഖിൽ നിന്ന് 75,000 സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 1 ലാഖിൽ നിന്ന് 75,000 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 1 ലാഖിൽ നിന്ന് 75,000 സബ്ട്രാക്റ്റ് ചെയ്താൽ 25,000. ഇത് നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ചെയ്ത് നോക്കാതെ എഴുതാൻ അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കിക്കോണേ. സബ്ട്രാക്ഷനാണ്. 0 0 0. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താവും? 10ൽ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇവിടെ 9 ആകും, ഇവിടെ 10 ആകും. 10 - 5 ഈസ് 5. 9 - 7 ഈസ് 2. 25,000. അപ്പോൾ 1 ലാഖിൽ നിന്ന് 25,000 കുറവാണ് 75,000 എന്ന് പറയുന്നത്. അടുത്തത്, ദി എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ചിന്താമണി ഇൻ ദ ഇയർ 2024 ഈസ് 1,06,000. ഹൗ മച്ച് മോർ ദാൻ 1 lakh ഈസ് 1,06,000. അപ്പോൾ 2024 അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,06,000 ആയിരുന്നു. അപ്പോൾ 1 ലാഖിനെക്കാട്ടിൽ എത്ര കൂടുതലാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1,06,000 നിന്ന് 1 lakh സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 1,06,000 നിന്ന് 1 lakh പോയാൽ ബാക്കി 6,000. അപ്പോൾ 1,06,000 ഈസ് 6,000 മോർ ദാൻ 1 lakh. 1 ലാഖിനെക്കാട്ടിൽ 6,000 കൂടുതലാണ്. അടുത്തത്, ബൈ ഹൗ മച്ച് ഡിഡ് ദ പോപ്പുലേഷൻ ഓഫ് ചിന്താമണി ഇൻക്രീസ് ഫ്രം 2011 ടു 2024? 2011 നിന്ന് 2024 എത്ര പോപ്പുലേഷൻ ഇൻക്രീസ് ആയി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2011 എത്രയായിരുന്നു? 2011 പോപ്പുലേഷൻ 75,000 ആയിരുന്നു. 2024 1,06,000 ആണ്. അപ്പോൾ എത്ര ഇൻക്രീസ് ആയെന്ന് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 1,06,000 നിന്ന് 75,000 സബ്ട്രാക്റ്റ് ചെയ്യണം ഇല്ലേ. ഇത് 2024 പോപ്പുലേഷനാണ്. ഇത് 2011 പോപ്പുലേഷനാണ്. അപ്പോൾ ഈ 2011 നിന്ന് ഇത്രയും ഇൻക്രീസ് ആയി. അപ്പോൾ എത്ര ഇൻക്രീസ് ആയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. എന്ത് കിട്ടും? 1,06,000 മൈനസ് 75,000. 0,0,0. 6 - 5 ഈസ് 1. 10 - 7 ഈസ് 3. 31,000 ഇൻക്രീസ് ആയി. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ബാക്കി പോർഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.